ബെഞ്ചമിൻ നെതന്യാഹുവിനെ ലക്ഷ്യമിട്ട് ഇറാൻ അതിശക്തമായ മിസൈൽ ആക്രമണം നടത്തിയെന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ വസതിക്കും ഓഫീസിനും നേരെ ഇറാന്റെ മിസൈലുകൾ നേരിട്ട് പതിച്ചതായാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നത്. ആക്രമണത്തിന് ശേഷം നെതന്യാഹുവിനെ കുറിച്ച് യാതൊരു വിവരവുമില്ലെന്നും ഇറാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇറാന്റെ സൈനിക വിഭാഗമായ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സുമായി അടുത്ത ബന്ധമുള്ള തസ്നീം ന്യൂസ് ഏജൻസിയാണ് ഈ വിവരങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത്. ഇറാന്റെ അത്യാധുനിക ബാലിസ്റ്റിക് മിസൈലുകൾ ഇസ്രായേലിന്റെ പ്രതിരോധ കോട്ടകൾ തകർത്ത് നെതന്യാഹുവിന്റെ കമാൻഡ് സെന്റർ സ്ഥിതി ചെയ്യുന്ന ഭാഗത്ത് നേരിട്ട് പ്രഹരമേൽപ്പിച്ചു എന്നാണ് ഇറാൻ മാധ്യമങ്ങൾ പുറത്തുവിട്ട വാർത്താ റിപ്പോർട്ടുകളിൽ പറയപ്പെടുന്നത്. ആക്രമണത്തിന് ശേഷം നെതന്യാഹുവിന്റെ പക്കൽ നിന്നും ഔദ്യോഗിക പ്രതികരണങ്ങളൊന്നും ഇതുവരെ പുറത്തു വന്നിട്ടില്ല. നെതന്യാഹുവിനെ ഇറാൻ ആക്രമിച്ചു എന്ന വാർത്തയ്ക്ക് കൂടുതൽ ദുരൂഹത വരാനുള്ള കാരണവും അതാണ്. ഇസ്രായേൽ നേതൃത്വം യുദ്ധകാലത്ത് അഭയം പ്രാപിക്കുന്ന ടെല്ലവീവിലെ അതീവ രഹസ്യ ഭൂഗർഭ കേന്ദ്രമായ ബീബിസ് ബങ്കർ ലക്ഷ്യമിട്ടാണ് ഇറാന്റെ മിസൈലുകൾ എത്തിയത്. ഇറാന്റെ പക്കലുള്ള ഖൈബർ ഷക്കാൻ എന്ന മാരക പ്രഹരശേഷിയുള്ള മിസൈലുകളാണ് ഈ ആക്രമണത്തിനായി ഉപയോഗിച്ചിട്ടുള്ളത്. ഭൂമിക്കടിയിൽ ആഴത്തിൽ സ്ഥിതി ചെയ്യുന്ന തകർക്കാൻ അസാധ്യമെന്ന് കരുതിയ കോട്ടകളെ പോലും തകർക്കാൻ ശേഷിയുള്ളവയാണ് ഈ മിസൈലുകൾ. സെൻട്രൽ ടെല്ലവീവിലുണ്ടായ ഭീകരമായ സ്ഫോടനങ്ങളുടെയും തീപിടുത്തത്തിന്റെയും ദൃശ്യങ്ങൾ ഈ ബങ്കർ ആക്രമിക്കപ്പെട്ടു എന്ന വാദത്തിന് ശക്തി പകരുന്നതാണ്. ഇസ്രായേലിന്റെ തന്ത്രപ്രധാനമായ സൈനിക കേന്ദ്രങ്ങളെയും ഭരണ നേതൃത്വത്തെയും നേരിട്ടില്ലാതാക്കുക എന്ന ലക്ഷ്യത്തിലേക്കാണ് ഇറാൻ ഇപ്പോൾ നീങ്ങിയിരിക്കുന്നത്. ഇസ്രായേൽ ഭരണകൂടത്തിന്റെ തലവൻ തന്നെ ആക്രമിക്കപ്പെട്ടുവെന്ന വാർത്തകൾ ഇസ്രായേൽ സൈന്യത്തെയും ജനതയെയും വലിയ പരിഭ്രാന്തിയിലാക്കിയിട്ടുണ്ട്. ഇസ്രായേൽ ഔദ്യോഗികമായി ഈ വാർത്തകൾ തള്ളിക്കളയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ആക്രമണത്തിന് ശേഷം പ്രധാനമന്ത്രി നെതന്യാഹുവിനെ പൊതുവിടങ്ങളിൽ കാണാത്തത് സംശയങ്ങൾ വർദ്ധിപ്പിക്കുന്നു. സൈനിക നേതൃത്വം നൽകുന്ന വിശദീകരണങ്ങൾ പലതും പരസ്പര വിരുദ്ധമാണെന്നാണ് സൂചനകൾ. ലോകത്തെ ഏറ്റവും മികച്ച സുരക്ഷാ സംവിധാനങ്ങൾ തങ്ങളുടെ പക്കലുണ്ടെന്ന് അവകാശപ്പെട്ട ഇസ്രായേലിന് ഇത് വലിയൊരു തിരിച്ചടിയാണ്. ഈ സംഭവം ശരിയാണെങ്കിൽ ഇസ്രായേലിന് പിന്തുണ പ്രഖ്യാപിച്ചെത്തിയ അമേരിക്കയും താമസിയാതെ യുദ്ധത്തിൽ നിന്ന് പിൻവാങ്ങിയേക്കും. ഇറാൻ തങ്ങളുടെ സൈനിക കരുത്ത് ഉപയോഗിച്ച് ഇസ്രായേലിന്റെ ഏറ്റവും സുരക്ഷിതമായ ഇടങ്ങളിൽ പോലും കയറാൻ സാധിക്കുമെന്ന് തെളിയിച്ചിരിക്കുകയാണ്. ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ച് ലോകം വലിയ ആശങ്കയോടെയാണ് കാത്തിരിക്കുന്നത്. അദ്ദേഹം ജീവനോടെയുണ്ടോ അതോ മാരകമായി പരിക്കേറ്റ് ചികിത്സയിലാണോ എന്ന കാര്യത്തിൽ വ്യക്തത വരാൻ ഇസ്രായേലിൽ നിന്നുള്ള ഔദ്യോഗിക പ്രതികരണം അനിവാര്യമാണ്. എന്നാൽ ഇറാനിയൻ മാധ്യമങ്ങൾ തങ്ങളുടെ ആക്രമണം ലക്ഷ്യം കണ്ടുവെന്ന ഉറച്ച നിലപാടിലാണ്. ഈ ആക്രമണം നടന്ന സമയവും രീതിയും പരിശോധിക്കുമ്പോൾ ഇറാൻ കൃത്യമായ പ്ലാനിങ്ങോടെയാണ് നീങ്ങിയതെന്ന് വ്യക്തമാണ്. ഇസ്രായേലിന്റെ അയൺ ഡോം ഉൾപ്പെടെയുള്ള അത്യാധുനിക പ്രതിരോധ സംവിധാനങ്ങളെ മറികടക്കാൻ ഇറാന്റെ മിസൈലുകൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇതിനു മുൻപും നെതന്യാഹുവിന്റെ വസതിക്ക് നേരെ ആക്രമണ ശ്രമങ്ങൾ നടന്നിട്ടുണ്ടെങ്കിലും ഇത്രയും മാരകമായ രീതിയിൽ ബങ്കറുകൾ വരെ തകർക്കുന്ന തരത്തിലുള്ള ആക്രമണം ആദ്യമായാണ്. ഇസ്രായേൽ ഇന്റലിജൻസ് ഏജൻസിയായ മൊസാദിന് പോലും ഇറാന്റെ ഈ നീക്കം മുൻകൂട്ടി കാണാൻ കഴിഞ്ഞില്ല എന്നും റിപ്പോർട്ടുകളുണ്ട്. ആക്രമണം നടന്ന ടെല്ലവീവിലെ മേഖലകളിൽ ഇപ്പോഴും സൈന്യത്തിന്റെ കനത്ത കാവലാണ്. പ്രദേശത്തേക്ക് മാധ്യമങ്ങളെ പ്രവേശിപ്പിക്കുന്നില്ല. കനത്ത സ്ഫോടനത്തിൽ പല കെട്ടിടങ്ങളും തകർന്നു വീണിട്ടുണ്ട്. ആംബുലൻസുകളുടെയും ഫയർഫോഴ്സിന്റെയും ശബ്ദം മാത്രമാണ് അവിടെ കേൾക്കാൻ സാധിക്കുന്നത്. ഇറാനിയൻ അനലിസ്റ്റുകൾ പറയുന്നത് ഈ ആക്രമണം വെറും ഒരു താക്കീത് മാത്രമല്ലെന്നും ഇസ്രായേലിന്റെ നേതൃത്വത്തെ പൂർണ്ണമായും ഇല്ലാതാക്കാനുള്ള വലിയ നീക്കത്തിന്റെ ഭാഗമാണെന്നുമാണ്. ഇസ്രായേലിലെ സാധാരണ ജനങ്ങൾ വലിയ ഭീതിയിലാണ്. പലരും നഗരം വിട്ട് സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് മാറിക്കഴിഞ്ഞു. ഗവൺമെന്റ് വൃത്തങ്ങളിൽ നിന്നും കൃത്യമായ വിവരങ്ങൾ ലഭിക്കാത്തതും ജനങ്ങളെ കൂടുതൽ പരിഭ്രാന്തിയിലാക്കിയിട്ടുണ്ട്. സൈനിക നേതൃത്വം അടിയന്തര യോഗം ചേർന്ന് തിരിച്ചടിക്കാനുള്ള നീക്കങ്ങൾ നടത്തുന്നുണ്ടെങ്കിലും പ്രധാനമന്ത്രിയുടെ അസാന്നിധ്യം വലിയൊരു പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. നെതന്യാഹുവിന്റെ കുടുംബാംഗങ്ങളെക്കുറിച്ചുമുള്ള വിവരങ്ങളും ഇപ്പോൾ ലഭ്യമായിട്ടില്ല.